46ാമത് അൽബറക ഇസ്ലാമിക് ഇക്കണോമിക് സിംബോസിയത്തിന് മദീനയിൽ തുടക്കമായി. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയിലെ നീതിയും കാരുണ്യവും ഭാവിയിലേക്കുള്ള പാത എന്ന പ്രമേയത്തിലാണ് സിംബോസിയം നടക്കുന്നത്. മദീന ഗവർണർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താൻ ബിൻ അബ്ദുലസീസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് 46ാമത് അൽബറക ഇസ്ലാമിക് ഇക്കണോമിക് സിംബോസിയം ആരംഭിച്ചത്. മദീനയിലെ പ്രിൻസ് മുഖരി ബിൻ അബ്ദുലസീസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ പണ്ഡിതരും സാമ്പത്തിക വിദഗ്ധരും പങ്കെടുത്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കേവലം ലാഭമുണ്ടാക്കലല്ല, മറിച്ച് നീതിയും കാരുണ്യവുമാണെന്ന് അൽബറക ഫോറം ഫോർ ഇസ്ലാമിക് ഇക്കണോമി ചെയർമാൻ അബ്ദുള്ള സാലി കാമിൽ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമത്തിനായി നീക്കിവെക്കുന്ന വഖഫ്, ദാനധർമ്മങ്ങൾ തുടങ്ങിയവ വെറുമൊരു ജീവകാരുണ്യ പ്രവർത്തനം മാത്രമല്ല, മറിച്ച് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന തൂണുകളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 5 പതിറ്റാണ്ടിൽ ഇസ്ലാമിക് ബാങ്കിംഗ്, സുക്കൂക്ക്, തക്കാഫുൽ തുടങ്ങിയ സാമ്പത്തിക മാർഗങ്ങൾ ജനകീയമാക്കുന്നതിൽ അൽബറക സിംബോസിയം വഹിച്ച പങ്ക് വളരെ വലുതാണ്. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി ലാഭേച്ഛയില്ലാത്ത മേഖലയെ ശക്തിപ്പെടുത്തുന്ന രീതി ആഗോളതലത്തിൽ മാതൃകയാക്കാവുന്നതാണെന്നും ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. അന്തരിച്ച ഷേഖ് സാലിഹ് അബ്ദുള്ള കാമിൽ ഇസ്ലാമിക സാമ്പത്തിക രംഗത്ത് നൽകിയ സംഭാവനകളെയും ചടങ്ങിൽ അനുസ്മരിച്ചു. സിംബോസിയത്തിന്റെ ഭാഗമായി അറിവ് പങ്കുവെക്കുന്നതിനും ഗവേഷണങ്ങൾക്കുമായി 3 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചു. മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഇൻസിഫ് യൂണിവേഴ്സിറ്റി, കിങ് അബ്ദുലസീസ് യൂണിവേഴ്സിറ്റി എന്നിവയുമായാണ് അൽബറക ഫോറം കരാറുകളിൽ ഏർപ്പെട്ടത്. തുനീഷ്യൻ ഗ്രാൻഡ് മുഫ്തി ഷേഖ് ഹിഷാം ബിൻ മഹമ്മൂദ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.